കിനാവിൻ പ്രണയവനിയിൽ അലിഞ്ഞു ചേർന്ന രാഗമായി ഹബീബിൻ മധുനുകരുമാ മനം കവർന്ന താളമായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റസാനത്ത് ഭാഗം 38. മൻ കാന യഹ്സുദു മൻ അലൽ ഇലാഹു അലാ മാലില്ലാഹു ഔ അലാ ഇൽമില്ലാഹുൽ ഫളിലു കൽബുൻ അലാ ദില്ലിഹി ആദിൻ ഇദാ ദഖലാ قصر الرخام كسير الناب ينتقل. മൻ ഒരാൾ കാന അവനായി യഹ്സുദു അസൂയ വെക്കുന്നവനായി മൻ ഒരുത്തനോട് അലല്ലാഹു അല്ലാഹു അവനെ ഉന്നതനാക്കിയിരിക്കുന്നു അലാമാലില്ലഹു അവനുള്ള സമ്പത്തിൻ്റെ മേൽ അല്ലാഹു അവനെ ഉന്നതനാക്കിയിരിക്കുന്നു. ഔ അലാ ഇൽമിൻ അല്ലെങ്കിൽ വിജ്ഞാനത്തിൻ്റെ മേൽ ഉന്നതനാക്കിയിരിക്കുന്നു. അതിൻ്റെ മേൽ അസൂയ വെക്കൽ ലഹു വിജ്ഞാനത്തിനുണ്ട് അൽ ഫദ്ലു വലിയ ശ്രേഷ്ഠതയുണ്ട്. കൽബുൻ അലാ ദില്ലിഹി ആദിൻ ഇദാ ദഖലാ ഖസ്റ الرخام كسير الناب ينتقلو. കൽബുൻ നായ പോലെയാണ് അലാ ദില്ലിഹി അതിൻ്റെ നിഴലിൻ്റെ മേൽ ആദിൻ ചാടി വീഴുന്ന ഇദാ ദഖലാ നായ പ്രവേശിക്കുന്ന അവസരം. ഖസ്റുറുഖാമി വെണ്ണക്കല്ലിനാലുള്ള കൊട്ടാരത്തിൽ കസീറന്നാബ് അതുതന്നെ തേറ്റത്തെ കൂടുതൽ പൊട്ടിക്കുന്ന നിലയിൽ യന്തഖിലു അത് നീങ്ങിക്കൊണ്ടിരിക്കും. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അറിവ് കൊണ്ടോ സമ്പത്ത് കൊണ്ടോ അല്ലാഹു ഉന്നതിയിലെത്തിച്ചവനോട് അസൂയ വെക്കുന്നവൻ വെണ്ണക്കല്ലിനാൽ നിർമ്മിക്കപ്പെട്ട കൊട്ടാരത്തിൽ പ്രവേശിച്ചപ്പോൾ തൻ്റെ ഛായ കണ്ട് ദേഷ്യപ്പെട്ട് ആ നിഴലിൻ്റെ മേൽ ചാടി വീണു. തേറ്റ പൊട്ടിക്കുന്ന നായയെപ്പോലെയാണ്. നായയുടെ തേറ്റ പൊട്ടി നായ നശിക്കുകയല്ലാതെ മറ്റൊന്നും സംഭവിക്കുന്നില്ല. അതുപോലെ അസൂയക്കാരൻ സ്വയം നശിക്കുകയെന്നല്ലാതെ അസൂയ വെക്കപ്പെട്ടവന് ഒരു അപകടവും നഷ്ടവും വരുന്നില്ല. മറ്റൊരാൾക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹം ഇല്ലാതാകാൻ കൊതിക്കലാണ്. ഇത് അപകടം പിടിച്ച ഹൃദയ രോഗമാണ്. ഇയ്യാകും വൽ ഹസദ ഫഇന്നൽ ഹസദ യഅകുലുൽ ഹസനാതി കമാ തഅകുലുൻ നാറുൽ ഹതബാ. നിങ്ങൾ സൂക്ഷിക്കണം, അസൂയയെ സൂക്ഷിക്കണം. കാരണം തീർച്ചയായും തീ വിറകിനെ തിന്നുന്ന പോലെ അസൂയ നന്മകളെ കളയും കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൽ ഹസദ യുത്ഫിഉ നൂറൽ ഹസനാത്ത്. നിശ്ചയം അസൂയ നന്മകളുടെ പ്രകാശത്തെ കെടുത്തിക്കളയും. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അസൂയ ഇല്ലാത്ത നല്ല ഹൃദയം നൽകി അനുഗ്രഹിക്കട്ടെ. ഹൃദയത്തിലെ ഈമാന് തെറ്റിപ്പോകുന്ന എല്ലാ രോഗങ്ങളെ തൊട്ടോ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്ക് അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. ക്ലാസ് കേൾക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു നാഫിയായ ഇൽമ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് അല്ലാഹു നാഫിയായ ഇൽമ് നൽകി അനുഗ്രഹിക്കട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.